ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്, ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണ്. അത് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഒന്ന് അബ്സോർബ് ആവട്ടെ. അബ്സോർബ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെറ്റ് റെഡി വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പോൾ ടോണർ നന്നായിട്ട് തന്നെ സ്കിന്നിലേക്ക് ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അബ്സോർബ് ആക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ സിറം യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. മോയ്സ്ചറൈസറിന് മുന്നേ സിറം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം കുറച്ചൊന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് എൻ്റെ സ്കിൻ, നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പം ഞാനിവിടെ ന്യൂട്രിക്സിൻ്റെ ഹൈലറോണിക് ആസിഡ് സിറമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഹൈലറോണിക് ആസിഡ് സിറമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു സിറമാണ്. എനിക്ക് PR വന്നതാണ്. ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഇത്രയും എക്സ്പെക്റ്റേഷൻ വെച്ചില്ല, കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളത് ലോറിയൽ പാരസിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പിന്നെ നമ്മൾ വേറെ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ഒരു അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. പക്ഷേ ഇതെനിക്ക് അങ്ങനെയല്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ പ്ലമ്മിൻ്റെ മാറ്റിഫയിങ് മോയ്സ്ചറൈസർ എടുത്തിട്ട് എൻ്റെ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാറ്റിഫയിങ് ആണെങ്കിലും അത് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലം എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. കാരണം ഇത്രയും അഫോർഡബിൾ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി സ്കിൻ കെയർ തരുന്ന വേറെ ബ്രാൻഡ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ പ്ലമ്മിൻ്റെ മോസ്റ്റ്ലി എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര നല്ലതാണ്. ഇത് പ്ലമ്മിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഫുള്ള് പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സാണ്. ഞാൻ സെയിൽ വരുമ്പോഴല്ലെങ്കിലും അല്ലാതാണെങ്കിലും പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ മേടിക്കും, കാരണം അത്രയും സേഫാണ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഏർത്രത്തിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇത് ഡ്രൈ മാറ്റ് ടച്ച് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. കണ്ടതാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് ഞാൻ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു കടലയുടെ അളവിലെടുത്തിട്ട് ഫേസിൻ്റെ ഒരു സൈഡിൽ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നെറ്റിയില്ല, നമ്മുടെ കവിളുടെ ആ ഭാഗത്ത് മാത്രം. അപ്പം നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അത് മാത്രമല്ല, ഈ ഒരു സൺസ്ക്രീന് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന് ഈ ഒരു ഡ്രൈ മാറ്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് മാറ്റിഫൈ ചെയ്യാനും, അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ പോർസിനെയൊക്കെ ഒന്ന് അടയ്ക്കാനും ഒരു പ്രൈമർ ഇട്ട എഫക്റ്റ്, ഒരു സ്മൂത്ത് ക്യാൻവാസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പുണ്ടല്ലോ, അത് ഇച്ചിരി വലുതാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ഒത്തിരി എങ്കിൽ പോരും. കണ്ടോ, വലിയ വായാണ് അതിൻ്റെ, അങ്ങനെയല്ലേ പറയുന്നത്, വലിയ വായാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി നമ്മൾ എടുക്കാൻ നോക്കിയാലും ഒരുപാട് വരും. അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കുക. ഈസിലി ബ്ലെൻഡബിളാണ്. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, വിയർത്ത ഒലിച്ച് വരുന്ന പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രോഗ്രാംസിന് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സൺസ്ക്രീനാണ്. പിന്നെ ഇതൊരു 600-700 രൂപയൊക്കെയാണ്. പിന്നെ എപ്പോഴും ധൃതത്തിൻ്റെ സെയിൽ നടക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി വിലയ്ക്കൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിവിടെ പിൽഗ്രിമിൻ്റെ ഒരു ഗ്ലോ ഇല്ലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ്. PR വന്നതാണ് ഓഫ് കോഴ്സ്. ഞാനത് PRൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ല, കാരണം എനിക്കിത് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 വീക്സോളമായി. ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട്സ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനത് ബ്രാൻഡിന് പോലും ഞാൻ ഇതുവരെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് യൂസ് ചെയ്യാൻ ടൈം വേണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ബ്രേക്ക് ഔട്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇല്ലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കണ്ണിൻ്റെ മുകളിൽ ഒരു ചെറിയ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇവിടെ ബ്ലഷ് ഞാൻ വാരിക്കോരി പൊത്തുന്നുണ്ട്, കാരണം എൻ്റെ ഫേസ് എല്ലാം ഇങ്ങനെ ഒരേ നിറത്തിലിരിക്കും, ഭയങ്കര പെയിലായിട്ടിരിക്കും, ഒരുമാതിരി രക്തപ്രസാദം ഇല്ലാത്ത പിള്ളേരെ കണക്ക് പട്ടണി ഇടന്നൊക്കെ ഇരിക്കും. ചില സമയത്ത് ചോരയൊന്നും കാണില്ല ഫേസിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലഷ് ഇവിടെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. 80 രൂപയ്ക്കാണ് ഞാൻ ഇത് മേടിച്ചത്. വേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. 80 രൂപയ്ക്ക് ഇത് കണ്ണുപൂട്ടി മേടിച്ചോ, എത്രണ്ണം മേടിക്കാൻ പറ്റുമോ എത്രണ്ണം മേടിച്ചോ എന്ന് ഞാൻ പറയത്തുള്ളൂ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ. കാരണം ഇത്രയും അഫോർഡബിൾ ബഡ്ജറ്റിൽ ഇത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ വേണ്ട, അത്ര അടിപൊളിയാണ്. എന്നിട്ട് ഞാനത് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് എൻ്റെ സ്കിന്നിലേക്ക് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈസിലി ബ്ലെൻഡബിളാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പിച്ചിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഞെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് തന്നെ ഒരു ചുവപ്പ് കളറില്ലേ, അങ്ങനെ തന്നെ വരും. അതേപോലെ തന്നെ വരും. പിന്നെ നമ്മൾ കുറച്ച് ഓവറായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനത് ജസ്റ്റ് കൈ വെച്ച് എക്സസ് ആയിട്ടുള്ളത് ഒന്ന് കളഞ്ഞതിന് ശേഷം പൗഡർ ഇട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്യും. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പൗഡറിലാണ് എൻ്റെ എന്താ പറയുക ഈ ഓയിൽനെസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കൺട്രോൾഡ് ആവുന്നത്. മാക്സിമം ഞാൻ ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സും അതേപോലെ ഓയിൽ വരാതിരിക്കാനായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു സെക്രഷൻ ഒന്നും കുറയ്ക്കുന്നത്. പക്ഷേ എന്നാലും എൻ്റെ ഫേസിൽ നന്നായിട്ട് ഓയിൽ വരുന്ന സ്കിന്നാണ്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ആക്ച്വലി. താടിയുടെ അവിടെ നിന്ന് അത്ര ഭയങ്കര ഓയിലി അല്ല, പക്ഷേ എൻ്റെ സോൺസ് അതേ കണക്ക് എന്താ പറയുക ഈ കവിളിലോട്ടും ഇപ്പം ഇങ്ങനെ എണ്ണ ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചൂട് ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ആ പൗഡർ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂക്കിനകത്തൊക്കെ പോയി പൗഡർ എന്തോ നടയെ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ തോന്നുകയാണ്. അപ്പോൾ പൗഡർ നന്നായിട്ട് തന്നെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ് കേട്ടോ. ഇത് ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന നല്ല ക്വാളിറ്റി ബ്രഷാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിലും ഇത് കാണുന്നുണ്ട്. ഞാൻ ബ്രഷൊക്കെ മേടിക്കണം, അത് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആമസോണിലൊക്കെ ഒരു 200 രൂപ 250 രൂപയ്ക്കൊക്കെ ഇത് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടിപൊളി, കണ്ണുപൂട്ടി മേടിച്ചോ, നല്ലതാണ്. പിന്നെ ഉടുപ്പിലുണ്ടായിരുന്ന പൗഡർ കാര്യങ്ങളൊക്കെ ഞാൻ തട്ടി കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മാഴ്സിൻ്റെ ആ സെയിം പാലറ്റിൽ നിന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ടാണ് എൻ്റെ ഐബ്രോസ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത്. ഐബ്രോസ് ആയിട്ടല്ല, ഐബ്രോസിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത് മാഴ്സിൻ്റെ പാലറ്റിൽ നിന്നുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്രഷ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്ക് പെട്ടെന്ന് വഴങ്ങി കിട്ടും, നല്ല ഷേപ്പിൽ വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു നാച്ചുറൽ ലുക്ക് തരിക. ബാക്കിലത്തെ സ്പൂലി കൊണ്ടൊന്ന് എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നാച്ചുറൽ ലുക്ക് തരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രഷാണത്. അതും എനിക്ക് തോന്നുന്നു ഭയങ്കര അഫോർഡബിൾ, 120 ടു ഒരു 200 രൂപയ്ക്കകത്തൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഞാനിവിടെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മേബിലിൻ്റെ വാഷബിൾ മസ്കാരയാണ്, കൺപീലി കൊഴിഞ്ഞു പോകത്തൊന്നുമില്ല, നല്ലൊരു മസ്കാരയാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് മെൽറ്റായിട്ട് അങ്ങോട്ട് പൊക്കോളും. നമ്മുടെ കണ്ണിനോ അല്ലെങ്കിൽ പീലിക്കോ ഒന്നും കുഴപ്പം വരികയോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഇച്ചിനസോ ഒന്നും ഇല്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസ്കാരയാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണിന് ജീവൻ വെച്ചൊരു ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ഒരു മസ്കാര. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 കോട്ട്സ് ഞാൻ രണ്ടാമത് ഡിപ്പ് ചെയ്യുന്നില്ലടാ, ആ നമ്മൾ തുറന്ന് എടുത്തല്ലോ ആ ഒരു കോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ 2 തവണ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലാഷസ് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റഡ് ആയിട്ട് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ പിൽഗ്രിമിൻ്റെ PR വന്നതാണ്, സോസി കോറൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എൻ്റെ സ്കിൻ ടോണിന് നല്ലതായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോണുകാർക്ക്, മീഡിയം എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഫെയർ സ്കിൻ ടോണുകാർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ ലൈറ്റായിട്ട് ഇടുവാണെങ്കിൽ എൻ്റെ ലിപ്പിൻ്റെ നടുക്കത്തെ പോർഷനിൽ ആ പോർഷനിൽ ഒരു ഷെയ്ഡായിട്ട് വരും. അല്ലാതെ നോക്കുവാണെങ്കിൽ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഇപ്പോൾ ലിപ്സിൽ. അത് സർജറി ചെയ്ത ടൈമിൽ, വിസ്റ്റം ടൂത്ത് എടുത്ത ടൈമിലും ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ചുണ്ട് കറുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ മാറുന്നില്ലത്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ആ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു വാലിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് ഏതിൻ്റെ ഐലൈനറാ? കൊളോസലിൻ്റെ, മേബിലിൻ കൊളോസലിൻ്റെ ഐലൈനറാണ്. എത്രയോ വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതെന്നറിയാമോ. മീൻസ് വേറെ നമ്മൾ പുതിയ പാക്കറ്റ് മേടിക്കും, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഐലൈനർ. ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വാല് മാത്രം ഇടാനായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. നല്ല പ്രിസൈസ് ആപ്ലിക്കേറ്റർ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഴിച്ചിടുക, ആസ് യൂഷ്വൽ അഴിച്ചിടുക. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പറഞ്ഞു തന്നപ്പം ഒരുപാടായിപ്പോയെന്ന് തോന്നുന്നു വീഡിയോ. അപ്പോൾ പിന്നെ ഹെയർ സിറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്ലമ്മിൻ്റെ ഹെയർ സിറമാണ്. പിന്നെയും പ്ലമ്മിൻ്റെ നല്ല ഒരു ഹെയർ സിറമാണ് കേട്ടോ. അതൊരു കോക്കനട്ട് വേരിയൻ്റ് ആണ് അവരുടെ, നല്ലതാണ്, ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഹെയറിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഹെയർ സിറമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.